ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. നമ്മൾ ഈ വീഡിയോയിൽ കാണാമറയത്ത് എന്നുള്ള സീരിയലിൻ്റെ അടുത്ത എപ്പിസോഡുകളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സ് കാണാത്തവർ അതൊന്ന് കാണുക. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിലെ രോഹിത് സോനയോട് പ്രീതിയെ ഇപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സോന നാളെ എപ്പോഴാണ് വിസിറ്റിംഗ് ടൈം എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്നിരുന്ന നഴ്സ് അത് 9 മണിക്കാണെന്ന് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ അതുവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, പ്രീതിയെ കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞിട്ട് സോന അവിടെ വാശിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അവൻ വീട്ടിലെത്തിയതും അവിടുത്തെ നഴ്സ് അവന് കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സോനാക്ഷി മാഡം ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ചോദിച്ചപ്പോൾ പേഷ്യൻറ്റിനെ കണ്ടിട്ടേ പോകൂ എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ രോഹിത് അവൾ അങ്ങനെയാണ്, ആദ്യം ഡ്രാമ കാണിക്കും, അവസാനം ബോറടിക്കുമ്പോൾ താനെ എണീറ്റ് പൊക്കോളെന്ന് ആ നഴ്സിനോട് പറയാണ്. പിന്നെ അവളെ നന്നായിട്ട് കെയർ ചെയ്യണം, എന്തെങ്കിലും കോഫിയോ ടീയോ വേണമെങ്കിൽ ചോദിച്ചിട്ട് അവൾക്ക് കൊടുക്കാനും അവൻ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാണ്. അപ്പോൾ സോനാക്ഷിക്ക് അനിയൻ പ്രതീക്ക് വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയോട് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാനെല്ലാം അവൾ അവനോട് പറയുന്നുണ്ട്. അതിനുശേഷം പ്രീതി അവൾക്ക് വിളിച്ചിട്ട് എന്താ ചേച്ചി വരാത്തെ, ഒരുപാട് നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്നെല്ലാം പറയുമ്പോൾ സോന നാളെ രാവിലെ ഞാൻ മോളെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ രോഹിത്തും ബ്രദേഴ്സും കൂടി ഇരുന്നിട്ട് സോനാക്ഷിയെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ രോഹിത്തിനോട് സോനാക്ഷിയും നീയും തമ്മിൽ എന്തോ ഒരു കണക്ഷനുണ്ട്, എനിക്ക് അറിയാവുന്നിടത്തോളം നിനക്ക് ഇഷ്ടമില്ലാത്തവരോട് അങ്ങനെ സംസാരിക്കാറ് പോലുമില്ല, പക്ഷെ നീ അവളോട് കുറ്റം പറയുകയാണെങ്കിലും അത് ആസ്വദിച്ചാണ് പറയാറ് എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത്തിനോട് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വട്ടാണെന്ന് രോഹിത് അവരോട് പറയുന്നുണ്ട്. പിന്നെ ഏട്ടൻ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്നവർ ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടാതെ ചിന്തിച്ചിരിക്കുന്നുണ്ട്. പിന്നെ സോനാക്ഷി ഗ്രീൻ ടീ മേടിക്കാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിലെ തന്നെ ക്യാൻറ്റീനിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ചിട്ട് അവളുടെ ഫാനായിട്ടുള്ള ഒരു നേഴ്സ് വന്നിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് എമർജൻസി വാർഡിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടിട്ട് ആ നേഴ്സ് ഓടിപ്പോകുന്നുണ്ട്. പിന്നാലെ സോനയും പോവുകയാണ്. അപ്പോൾ പുറത്ത് നിന്ന് സോന ഗ്ലാസ്സിലൂടെ അതിനുള്ളിൽ നടക്കുന്നത് എന്താണെന്ന് നോക്കുമ്പോൾ ആ സ്ത്രീയുടെ കൂടെയുള്ള ആളെ കണ്ടിട്ട് അവൾ നന്നായിട്ട് ഞെട്ടാണ്. അപ്പോൾ ആ മനുഷ്യനും അവളെ കണ്ടിട്ട് അവളുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ അവൻ സോനയെ പിടിച്ചു നിർത്തിയിട്ട് നീ എന്നെ മറന്നോ, ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് അവൻ്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ടും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവൻ അവളോട് സോനയെക്കുറിച്ചെല്ലാം പറയുകയാണ്. ഇവളെൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണെന്നും ഇപ്പോൾ ഇവൾ വലിയ സെലിബ്രിറ്റിയാണ്, ഇവളെ ഞാൻ ഉപേക്ഷിക്കാൻ കാരണം എന്താണെന്നറിയോ നിനക്ക്, ഇവൾക്ക് എന്നെ ഒരു വിലയും ഉണ്ടായിരുന്നില്ല, അഹങ്കാരിയായിരുന്നു ഇവൾ, അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ കഴുത്തിന് പിറകിലെ ഒരു മുറിവ് സമ്മാനമായി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സോനയോട് 4 വർഷം മുൻപുള്ള സെപ്റ്റംബർ 26 രാത്രി നിനക്ക് ഓർമ്മയുണ്ടോ, രക്തവും ആ ആക്സിഡൻറ്റും എല്ലാം എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ ആകെ അസ്വസ്ഥമായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലെ നേഴ്സ് രോഹിത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് സോന വീട്ടിൽ വരാത്തതുകൊണ്ട് അവളുടെ അമ്മ വന്നിട്ട് ഹോസ്പിറ്റലിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അവരിപ്പോൾ തന്നെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സുമനോട് പ്രതീക് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ, ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, ടെൻഷൻ അടിക്കണ്ട, ചേച്ചി നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കെന്തായാലും എൻ്റെ മകളെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ കിടന്നിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. അങ്ങനെ രോഹിത്തും നിഷിയും എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവരോട് സുമൻ എൻ്റെ മോൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ സുമനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളുടെ മോളോട് ഞാൻ പറഞ്ഞതാണ്, വിസിറ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞു, ഇനി നാളെ രാവിലെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അവൾ വാശിക്ക് തന്നെ നാളെ അവളെ കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നതാണ്. പിന്നെ എന്താ ഉണ്ടായതെന്നൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാരും വന്ന് സോനയെ അന്വേഷിക്കുമ്പോൾ അവിടെ CCTVയിലൂടെ അവൾ പുറത്തേക്ക് പോകുന്നത് രോഹിത്ത് കണ്ടിട്ട് അതിനുശേഷം അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ എന്ന് ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ സോനാക്ഷി രാവിലെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും നീ എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് വല്ലാത്ത അസ്വസ്ഥത തോന്നി, അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ സെറ്റിൽ എന്നെ ഡ്രോപ്പ് ചെയ്ത ഓട്ടോക്കാരനെ കണ്ടെന്നും ആളുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിക്കഴിച്ച് ആളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ അവിടെ നിന്ന് അവരുടെ വീട്ടിലേക്ക് പോയി എല്ലാവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല, അപ്പോൾ ചാർജ് തീർന്നുകൊണ്ട് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവും ചെയ്തു എന്നൊക്കെ അവൾ അവരോട് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് ദേഷ്യത്തിൽ നീ കാരണം എൻ്റെ ഫാമിലിക്ക് ഉറക്കം പോലും ഇല്ലാതെ ഇവിടെ രാത്രി കഴിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നന്നായിട്ട് ചീത്ത പറയാണ്. അപ്പോൾ അവൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പ്രീതിയെ കാണാൻ വേണ്ടിയിട്ട് അവൾ ആ റൂമിലേക്ക് പോവുകയാണ്.
അപ്പോൾ അവളെ കണ്ടിട്ട് പ്രീതി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് രോഹിത്തും വരികയാണ്. അപ്പോൾ പ്രീതി സോനയോട് ഇതാണ് ഞാൻ പറയാറുള്ള ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഹിത്തിനോട് ഇതാണ് എൻ്റെ പാർവതി ചേച്ചി, ഓപ്പറേഷന് മുന്നേ ഞാൻ ഡോക്ടറെ ഹഗ് ചെയ്തില്ലേ, അത് പാർവതി ചേച്ചി പറഞ്ഞിട്ടാണ്. പിന്നെ ചേച്ചി ഡോക്ടറെ ചേച്ചിക്ക് വേണ്ടിയിട്ട് കിസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സോനാക്ഷിയോടും രോഹിത്തിനോടും ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലേ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി കിസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് അവളുടെ അമ്മ സോറി ഇവൾ കുഞ്ഞല്ലേ, അവൾ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞത് കേട്ടിട്ട് സോനാക്ഷിയും രോഹിത്തും ചിരിക്കുന്നുണ്ട്. അപ്പോൾ കിസ് നിനക്കല്ലേ തരേണ്ടത് എന്ന് പറഞ്ഞിട്ട് സോനാക്ഷി പ്രീതിയെ കിസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അവൾ തടഞ്ഞിട്ട് രോഹിത്തിനോടും സോനാക്ഷിയോടും നിങ്ങൾ രണ്ടുപേരും ഒപ്പം എനിക്ക് കിസ് തായോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് അവളുടെ രണ്ട് കവിളത്തും കൂടി കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രീതിയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് രോഹിത്ത് പുറത്തേക്ക് പോകുമ്പോൾ പ്രതീക് അവനെ പിടിച്ചു നിർത്തിയിട്ട് സാറേ ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്, നിങ്ങളെപ്പോലെ തന്നെ ഒരു വലിയ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങളാണ് എൻ്റെ റോൾ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ ചേച്ചിയെക്കുറിച്ചാണ് രോഹിത്തിനോട് പറയുന്നത്. ചേച്ചി ഉള്ളത് കൊണ്ടാണ് എൻ്റെ ഡോക്ടർ ആവുക എന്നുള്ള സ്വപ്നം നടക്കാൻ വേണ്ടി പോകുന്നത്, ചേച്ചിയെപ്പോലെയുള്ള ആളുകൾ ഈ ലോകത്ത് കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് രോഹിത്ത് സോനയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ സോന അവരുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ രോഹിത്ത് പ്രതീകിൻ്റെ കയ്യിലെ വാച്ച് കണ്ടിട്ട് ഇതെൻ്റെ വാച്ചാണ്, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സോന ഇത് കേട്ടിട്ട് ഇത് ഞാൻ കൊടുത്തതാണ് എന്നൊക്കെ അവനോട് പറയുമ്പോൾ രോഹിത്ത് ഇത് അഴിക്കാൻ വേണ്ടി പറഞ്ഞ് അവസാനം അവിടെ എല്ലാവരും കൂടി അടിയാവുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി രണ്ട് വഴിക്ക് പോകുന്നുണ്ട്. പിന്നെ സോന സെറ്റിൽ വന്നിട്ട് രോഹിത്തിനോടുള്ള ദേഷ്യം അവിടെയുള്ളവരോട് ദേഷ്യപ്പെട്ട് തീർക്കുന്നുണ്ട്. പിന്നെ രോഹിത്തിന് പനി പിടിച്ച് കിടക്കുമ്പോൾ അവൻ്റെ അമ്മ അവനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു റിപ്പോർട്ടറെ കാണിക്കുകയാണ്. ആള് സോനാക്ഷിയെ കുറിച്ചിട്ട് ഒരു ന്യൂസ് ചാനലിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രതീക് വന്നിട്ട് സോനയോട് ഇന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട്. ചേച്ചി ഒരു കാരണവുമില്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോവില്ല, എന്താണെങ്കിലും എന്നോട് പറയാൻ വേണ്ടി പറയുമ്പോൾ അവൾ എക്സ് ബോയ് ഫ്രണ്ട് കരണിനെ കണ്ട കാര്യമെല്ലാം പ്രതീകിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രോഹിത്തിന് ആ വാച്ചിനെ കുറിച്ച് ഓർത്തിട്ടൊരു സമാധാനം ഇല്ലാതെ സോനാക്ഷിയുടെ വീട്ടിലേക്ക് പാതിരാത്രി കയറി വരുന്നത്. എന്നിട്ട് അവരോട് ഞാൻ ആ വാച്ചിൻ്റെ സീരിയൽ നമ്പർ നോക്കാൻ വേണ്ടി വന്നതാണ്, നോക്കിക്കഴിഞ്ഞ് പൊക്കോളാം എന്ന് പറയുമ്പോൾ സോനാക്ഷി അവനെ നന്നായിട്ട് എതിർക്കുകയാണ്. നിങ്ങളെന്താ ഈ സമയത്ത് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്, നിങ്ങൾക്കൊരു മാന്യതയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ വാച്ച് കാണാൻ പറ്റില്ല, നിങ്ങൾ രാവിലെ 9 മണി വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. അപ്പോൾ അവൾ ശരിക്കും അവളോട് ചെയ്ത പക വീട്ടാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രോഹിത്തിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൻ ആ വാച്ചിൻ്റെ കാര്യം ഓർത്തിട്ട് ആ ശരി ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ പുറത്തുള്ള ഗാർഡനിൽ പോയിട്ട് നടക്കുന്ന സമയത്ത് സോനാക്ഷി വിൻഡോ വഴി അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നേത്ര അങ്ങോട്ട് വരുന്നത്. അപ്പോൾ രോഹിത്തിനെ കണ്ടിട്ട് നിങ്ങൾ എന്താ ഇവിടെ എന്ന് അവൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഹീറോയിനെ കാണാൻ വന്നതാണെന്ന് അവൻ പറയുമ്പോൾ നേത്ര ഞാനും അങ്ങോട്ടാണ് വന്നത്, നിങ്ങൾ എൻ്റെ ഒപ്പം പോന്നോ എന്ന് പറയാണ്. അപ്പോൾ അവൻ നിങ്ങളുടെ സോനാക്ഷി മാഡം മാന്യന്മാർ ഈ നേരത്തെ വരില്ലെന്നും രാവിലെ 9 മണിക്ക് അപ്പോയിൻമെൻ്റ് ഉള്ളൂ എന്നും പറഞ്ഞു, ഇനി നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നോ, നമുക്ക് ഒപ്പം ഇവിടെ വെയിറ്റ് ചെയ്യാം എന്ന് അവളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് നേത്ര ഓക്കെ എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.